പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഈ വചനം നമുക്ക് അറിയാം. പാപത്തിൻ്റെ അടിമത്തം, പാപത്തിൻ്റെ അടിമത്തത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ. ഒരുവനെ സ്ഥിരമായി തള്ളിവിടുന്ന ചില പാപമേഖലകൾ. ചിലർ പറയാറുണ്ട്, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കും എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചെറിയ കാര്യത്തിൽ പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവങ്ങൾ ചിലർക്കുണ്ട്. അതിൻ്റെ അർത്ഥം പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ അങ്ങനെ ഒരു ഫലം, ഏത് ഫലമാണ്? സ്നേഹം എന്ന ഫലമോ ക്ഷമയോ ദയോ നന്മയോ കരുണ വിശ്വസ്തത ആത്മസംയമനമോ ഒന്നുമില്ല. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഇല്ലാത്ത പ്രാർത്ഥനക്കാരെന്ന് പറയപ്പെടുന്നു, പക്ഷേ ഫലങ്ങളില്ല. ശ്രദ്ധിക്കണമേ, നമ്മൾ വളരെ പേടിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കേണ്ടത്, നീ പ്രാർത്ഥനക്കാരെന്ന് നീ പറയപ്പെടുന്നു, പ്രാർത്ഥന ഗ്രൂപ്പിൽ നീ ഉണ്ട്, പക്ഷേ ആത്മീയ ഫലങ്ങൾ നമ്മളിലുണ്ടോ? ആത്മീയ അനുഭവങ്ങൾ നമ്മളുണ്ടോ? നമ്മുടെ വീട്ടുകാരാണ് ആദ്യം നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. നീ പ്രാർത്ഥനയ്ക്കൊക്കെ ഇറങ്ങി, വീട്ടുകാർ പറയും ഇപ്പോഴും നിനക്ക് യാതൊരു മാറ്റമില്ല. ചിലപ്പോൾ ചില അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയിട്ട് ഇപ്പോഴും നിനക്കൊരു മാറ്റമില്ല. ഈ അമ്മമാർക്ക് പെട്ടെന്ന് ഇവന്മാരെ കണ്ടാൽ റീഡ് ചെയ്യാൻ പറ്റും, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? അമ്മമാർ പറയും നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. ചില വൈഫുമാർ പറയും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ടും നിങ്ങളിപ്പോഴും വീട്ടിൽ വന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം. പുറത്തെല്ലാവരോടും ചിരിയും കളിയും വർത്താനവും സ്നേഹവും സന്തോഷവും കുശലാന്വേഷണം, വീട്ടിൽ ഒരാളോടൊരു കാര്യം വർത്താനം പറയത്തില്ല. ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു ആക്ടിങ് യഥാർത്ഥ ജീവിതമായി നിന്റെ ഭവനത്തിലോ നിന്റെ വീട്ടിലോ ചുറ്റുപാടിലോ വരുമ്പോൾ നിന്നോട് അടുത്ത് ഇടപെടുന്നവർ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആത്മീയ അനുഭവം നമ്മൾ കാണാനില്ല എന്ന് ഒരുവൻ പറഞ്ഞു കേട്ടാൽ വളരെ ശ്രദ്ധിച്ചോണം. വെറുതെ പറയുന്നതല്ല. സ്തോത്ര, ഹല്ലേലൂയ. ബ്രദർ എപ്പോഴും പറയാറുണ്ട്, ഒരുവൻ ഇപ്പം എന്നെ ഒരാൾ കുറ്റപ്പെടുത്തി, നിങ്ങളുടെ വാക്ക് അത്ര ശരിയല്ല, നിങ്ങളുടെ സംസാരം അത്ര ശരിയല്ല, നിങ്ങളുടെ രീതി അത്ര ശരിയല്ല, ഉള്ളതോ ഇല്ലാത്തതോ പറഞ്ഞു എന്ന് കരുതട്ടെ. നമ്മൾ അതിനെ അവരില്ലാത്തതുണ്ടാക്കി പറഞ്ഞു എന്ന് തള്ളിക്കളയാനും വരട്ടെ. ദൈവം നിന്നെ കുറ്റപ്പെടുത്തുന്നതാണ് ഒരാളിലൂടെ. ദൈവം നിന്നെ, ദാവീദ് പറഞ്ഞു, അവൻ പറഞ്ഞത് എന്നെയാണ്. ദാവീദ് ഇങ്ങനെ മകനായ അബ്സലോമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ ഒരു ദേശത്തെത്തുമ്പോൾ ദാവീദിനെയും അനുചരന്മാരെയും ഒരുത്തൻ ശപിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ കൂടെ ഉള്ളവർ പറയും ഞങ്ങൾ അവനെ വാളെടുത്ത് വെട്ടിക്കൊള്ളട്ടെ. എന്നിട്ട് ദാവീദ് പറയും വേണ്ട, അവൻ ചെയ്യുന്നത് കർത്താവായ യേശു ദൈവം എന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. ബ്രദർ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എപ്പോഴും പറയും. ഒരുവൻ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അമ്മ പറയാ നിനക്ക് പ്രാർത്ഥന അത്ര ഇല്ല, ഭാര്യ പറയാ നിങ്ങൾ പുറത്ത് കാണുന്ന പ്രാർത്ഥന ആത്മീയതയൊന്നും വീട്ടിലില്ലല്ലോ, പുറത്തുള്ള സ്നേഹ പ്രകടനങ്ങളൊന്നും വീട്ടിൽ കാണിക്കുന്നില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തിയാൽ വെറുതെ തള്ളിക്കളയാൻ വരട്ടെ. എവിടെയൊക്കെയോ ചില കുറവുകൾ നമ്മളിൽ കിടക്കുന്നത് കൊണ്ട് ദൈവം കുറ്റപ്പെടുത്തുന്നതാണ്. നമ്മുടെ കുറവുകളെ ഒന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കാറുണ്ടോ? വീട്ടിൽ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പായൊക്കെ ഇട്ട് ഇരുന്ന് ബൈബിളൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ മോട്ടിവേഷൻ കൊടുക്കുക, നേതൃത്വം കൊടുക്കുക. നമ്മൾ നോക്ക്, ഒരു പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് നമ്മുടെ ഭവനത്തിൽ. അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ കുടുംബനാഥന്മാരൊക്കെ ശ്രദ്ധിക്കണം. അവരാണ് ആ ഭവനത്തിൻ്റെ നാഥന്മാരെങ്കിൽ അവർ വിളിച്ചിരുത്തി കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചിരുത്തി പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ ഒരുക്കണം. അവരവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരുക്കേണ്ടത് അവരാണ്. സ്തോത്ര, ഹല്ലേലൂയ. പണ്ട് ബ്രദർ ഇങ്ങനെ പറയും, നിനക്ക് ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ നിനക്ക് തീക്ഷ്ണതയില്ലെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്നവരാണ്, അവർക്കാണ് ഇതിനുള്ള താല്പര്യമില്ലാത്തതെന്ന് പറയും. ജഡത്തിൽ ജീവിക്കട്ടെ. അവൻ ഇനിയും കമൻ്റ് ഇടുവാനോ ദൈവകാര്യത്തിൽ പ്രതികരിക്കുവാനോ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുവാനോ വീട്ടിലൊരു ദൈവത്തിൻ്റെ അന്തരീക്ഷം ഇറക്കി വരുവാനോ അവൻ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ജഡത്തിൽ ജീവിക്കുക. ആത്മാവിൽ ജീവിക്കുന്നവനാണെങ്കിൽ പ്രാർത്ഥനക്കാരൻ അറിയപ്പെട്ടാൽ അവൻ്റെ ഒരു പ്രവർത്തനം ഭവനത്തിലുണ്ടാകണം. സ്തോത്ര, ഹല്ലേലൂയ. പ്രാർത്ഥനക്കാരായിട്ട് ഇന്ന് ഐഡിയയിൽ കയറിയിരിക്കുന്നവർ, പ്രാർത്ഥന അനുഭവത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വീട്ടിൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ?
ഭവനത്തിലെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മുൻകൈ എടുത്തിട്ടുണ്ടോ? ഭവനത്തിലൊരു പ്രാർത്ഥനാ സജ്ജീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരാൻ ഇതുവരെ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല. ദൈവം ഇപ്പോഴും ചില കുറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജഡത്തിൽ ജീവിക്കുന്നവർക്ക് ആത്മാവിൻ്റെ പ്രേരണ ഉണ്ടാകത്തില്ല. ജഡത്തിൻ്റെ പ്രേരണ ഉണ്ടാകത്തുള്ളൂ, പാപത്തിൻ്റെ പ്രേരണ. റോമ 6:16, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം എടുത്തവർക്ക് വായിക്കാം. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒരു ദാസൻ, അനുസരണമുള്ളൊരു ദാസൻ എന്ത് ചെയ്യും? നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? എങ്ങനെയാണ്? അനുസരണമുള്ള ദാസനായ ഒരുവന്റെ കീഴിൽ ആജ്ഞാനുവർത്തിയാണ്. ഉടയവൻ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. പോടാന്ന് പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. ഇങ്ങനെ അടിമ ഉടയവൻ പറഞ്ഞ് ചെയ്തുകൊണ്ടേയിരിക്കും. പാപം നിന്റെ ഉടയവനാണെങ്കിൽ പാപത്തിന്റെ അടിമയാണ് നീ. പാപത്തിന്റെ അടിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? അവൻ പാപത്തിൽ ഇങ്ങനെ കിടക്കും. സ്തോത്ര, ഹല്ലേലൂയ. പാപത്തിൽ കിടക്കുന്ന പറഞ്ഞാൽ അവനെ നയിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ചില പാപമേഖല, നമ്മളെ നിയന്ത്രിക്കുന്ന പാപമേഖലകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. നിയന്ത്രിക്കുന്ന, ഞാൻ ചിലർ ഇങ്ങനെ കൗൺസിൽ ചെയ്യാൻ പറയുന്നുണ്ട്, വേറെ ഞാൻ ചുമ്മാ ഒന്ന് മൊബൈൽ ഇങ്ങനെ കയ്യിലെടുത്തതാണ്, പിന്നെ താഴെ വെച്ചപ്പോൾ 4 മണിക്കൂർ പോയി, അറിഞ്ഞില്ല. എങ്ങനെയാ സമയം പോയെന്ന് അറിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ കയ്യിലെടുത്തേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്തോ ഈ മൊബൈൽ? അതിങ്ങനെ എടുത്ത് ഇങ്ങനെ റീൽസ് കണ്ടും അത് കണ്ടും പടം കണ്ടും ഇങ്ങനെ ഇരിക്കും. ഇത് കയ്യിലെടുത്താൽ 4 മണിക്കൂർ പോയി, അറിഞ്ഞില്ല. നിന്റെ സമയത്തെ, നിന്റെ വിശപ്പുണ്ട മാറ്റിക്കളയും, നിന്റെ രീതിയെ മാറ്റിക്കളയും, നിന്റെ ജീവിത ശൈലിയെ മാറ്റിത്തരും. എന്ന് പറഞ്ഞാൽ അടിമപ്പെട്ട് പോയിട്ടുണ്ടോ? ഞാനിപ്പോൾ മൊബൈലിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞു, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്തിനാണോ ഒരുവൻ അടിമപ്പെട്ടു പോയത് അത് നിന്നെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നീ എന്താണ്? അനുസരണമുള്ള ദാസനാണ് ഉടയവന്റെ. പാപത്തിന് അനുസരണമുള്ള ദാസനെ പോലെ കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ പാപം നിന്നെ നയിക്കുകയാണ്. അതാണ് റോമർ വന്ന ചില പാപത്തിൽ അടിമപ്പെട്ടവർ, അവർ പാപം നിന്നെ നയിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വ്യക്തിയെ കൗൺസിൽ ചെയ്യാനിടയുണ്ടായി. അതിൻ്റെ വിഷയം ഇതാണ്: ചില തെറ്റായ ബന്ധത്തിൽ വീണ ഒരു വ്യക്തി. ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തെറ്റായ റിലേഷനിൽ പെട്ടുപോയി തിന്മയുടെ ജീവിതം നയിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആ വ്യക്തി വന്നു. വീട്ടുകാർക്ക് ഭയങ്കര വിഷമമായി. വീട്ടുകാർ അങ്ങനെ ധ്യാനത്തിന് വരികയും ഈ കുഞ്ഞിനെ ഈ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഉപദേശിക്കുവാൻ, ആത്മീയ ഉപദേശത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. എല്ലാവരും മാറി മാറി ഉപദേശിച്ചു, എല്ലാവരും കൗൺസിൽ ചെയ്തു. അങ്ങനെ എല്ലാവരും കൗൺസിൽ ചെയ്ത് ഞാനും സംസാരിക്കാനിടയുണ്ടായി. അപ്പോൾ അവരെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്തു. പാപമാണ്, വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശരീരങ്ങൾ തമ്മിൽ ഉള്ള അടുപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ സിൻ ഓഫ് ഫ്ലഷ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ജഡസംബന്ധമായ ചില വിഷയങ്ങൾ. അങ്ങനെ വന്നു പോയാൽ എളുപ്പം അഴിഞ്ഞു പോകുന്ന ഒന്നല്ല സിൻ ഓഫ് ഫ്ലഷ്. അത് നിന്നെ, നമുക്കറിയാം, ഈ തെങ്ങിൻ്റെ മൂളുവശം വെട്ടിയാലും അതിൻ്റെ വേരടിയിൽ ആഴത്തിലുണ്ടാവും. തെങ്ങിൻ്റെ വേര് കിളച്ച് മാറ്റണമെങ്കിൽ ബുൾഡോസർ ഒന്ന് അടിയോടെ ഇളക്കി മാറ്റണം, നിസ്സാര ഏരിയയിൽ. എന്ന് പറയില്ല, പാപം പ്രത്യക്ഷത്തിൽ മാനസാന്തരം വചനം കിട്ടും, പക്ഷെ അതിൻ്റെ വേര് ഉള്ളിലുണ്ടെങ്കിൽ, നിന്റെ ഫ്ലഷിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ, വചനം എന്ന മരുന്ന് വചനം ഉള്ളിൽ ചെന്ന് ധ്യാനിച്ച് 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 വചനത്താൽ നീ ശുദ്ധീകരിക്കപ്പെടുകയല്ലാതെ, ദൈവത്തിൻ്റെ വിടുതൽ ഡെലിവറൻസ് ലഭിക്കുകയല്ലാതെ അതിൻ്റെ ആഴത്തുള്ള വേര് അറ്റുപോകത്തില്ല. അപ്പം ഞാൻ ആ കുഞ്ഞിനോട് ഉപദേശിച്ചു, അടുപ്പിച്ച് ധ്യാനം കൂടണം, വചനത്തെ ധ്യാനിക്കണം, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. ശ്രദ്ധിക്കാമെന്നൊക്കെ ഏറ്റു. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം, വചനം ധ്യാനിക്കാം, പാപകരമായ തെറ്റായ ബന്ധങ്ങളെ ഉപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് എല്ലാം പോയി. പക്ഷെ പിന്നീട് വചനവും ഇല്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരുടെ കുടുംബം വന്നു. ഈ അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വീണ്ടും കാണുമ്പോൾ വീട്ടുകാർ വന്ന് പറഞ്ഞു, ഇപ്പം പുതിയ റിലേഷനിലാണ്. വീട്ടിൽ വന്നവിടെ അവൾ ഇൻസ്റ്റാഗ്രാമും എടുത്തുകൊണ്ടാണ് പോകുന്നത്. വരുമ്പോൾ തന്നെ ചാറ്റിംഗ് ആണ്, ആരൊക്കെയോ രാത്രി കോള് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം പണ്ട് പാപത്തെ
പാപമാണെന്ന് മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, തെറ്റാണെന്ന് മനസ്സിലായി, എല്ലാം മനസ്സിലായി. പക്ഷേ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന ദൈവത്തിന്റെ വചനത്തിൽ അനുസരിച്ച് ജീവിക്കണം, വചനത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കണം, ആ വചനം പാലിക്കുകയും വേർപാടെടുക്കുകയും ചെയ്യണം. അത് ചെയ്യാതിരുന്നാൽ വഴിക്ക് മാറി നിന്ന പാപം നിന്നെ വീണ്ടും പിടികൂടും. എല്ലാവരും വചനം എടുത്ത് 2 പത്രോസ് 2-ാം അധ്യായം 20-ാം വാക്യം ഒന്നും വായിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. 2 പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം. ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള അറിവ് മൂലം നീ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ലോകത്തിന്റെ മാലിന്യത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിട്ടും വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയിൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തെക്കാൾ മോശമായിരിക്കും. നീ യേശുവിനെ അറിഞ്ഞു, എന്നിട്ടും നിനക്ക് റിലേഷൻ ഉണ്ട്. യേശുവിനെ അറിഞ്ഞു, എന്നിട്ട് നിനക്ക് മദ്യപാനമുണ്ട്. യേശുവിനെ അറിഞ്ഞു, എന്നിട്ട് നിനക്ക് തെറ്റായ ചാറ്റിങ്, രഹസ്യ ബന്ധമുണ്ട്, ദുശീലങ്ങളുണ്ട്. ഈ ദുശീലവും തെറ്റായ ബന്ധവും മാത്രമല്ലെന്നേ, ഒരുവന്റെ ആന്തരികമായ ഹൃദയത്തിൽ നീ ഇപ്പോഴും അശുദ്ധൻ, ഇപ്പോഴും സഹായിക്കാൻ കരുണയില്ലാത്തവൻ, ദയയില്ലാത്തവൻ, കുറ്റം പറയുന്നവൻ, സഹോദരനെ ദ്രോഹിക്കുന്നവൻ, ഇങ്ങനെ മൂലം യേശുവിനെ കുറിച്ച് നീ അറിഞ്ഞു, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് നീ വേർപെട്ടു, ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്ന് നീ വേർപെട്ടു. ഇപ്പം നിനക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നിന്റെ എന്തൊക്കെയില്ല? ഇപ്പൊ നിനക്ക് പരദൂഷണം പറയലില്ല, തിന്മയുടെ സ്വഭാവം ഇല്ല. ഇതൊക്കെ നീ വേർപാട് നീ എടുത്തു. ഇതെല്ലാം എടുത്തിട്ടും വീണ്ടും അവരെന്ത് പറഞ്ഞു? ഈ വചനം പറയുന്നു, വീണ്ടും നീ പാപത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം നീ വചനത്തിൽ ജീവിച്ചില്ല എന്നർത്ഥം. കേട്ടു, വഴികരിയിൽ വീണ വിത്തായിരുന്നു, കേട്ടപ്പോൾ ഒരു ആവേശം, ഓടിച്ചാടി ഒരു വേർപാടൊക്കെ എടുത്തു. എന്നാൽ വഴിയരിയിൽ വീണ വിത്തിന് വേരില്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങിപ്പോയി. നിന്നിൽ വീണ വചനം അന്ധകാര ശക്തി എടുത്തു മാറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? നിന്റെ ഉള്ളിൽ നിന്ന് വചനം പോയപ്പോൾ പുറത്തു നിന്നുള്ള തിന്മ വീണ്ടും നിന്റെ അകത്ത് കയറി വന്നു. തിരിച്ചു തുടർന്ന് വായിക്കുമ്പോൾ വീണ്ടും അവയിൽ കുരുങ്ങുകയും വീണ്ടും നീ മാലിന്യത്തിൽ കുരുങ്ങി അവയാൽ വീണ്ടും നീ തോൽപ്പിക്കപ്പെട്ടു. പാപത്താൽ അടിമത്തത്തിൽ നീ വീണ്ടും വന്നു, വീണ്ടും പാപത്തിൽ വന്നു, വീണ്ടും നീ തോൽപ്പിക്കപ്പെട്ടപ്പോൾ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേക്കാൾ മോശമായിരിക്കും. നിന്റെ അന്ത്യം ആദ്യത്തെക്കാൾ മോശമായിരിക്കും. ഇനി നിനക്ക് വരാൻ പോകുന്ന ഒരു അവസ്ഥ ആദ്യം നീ കഷ്ടതയിൽ കിടന്നതിനേക്കാൾ വളരെ വലിയ കഷ്ടമായിരിക്കും നീ നേരിടാൻ പോകുന്നത്. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട്, വിശുദ്ധ കൽപ്പന നീ അറിഞ്ഞിട്ട്, വിശുദ്ധമായ കൽപ്പന, ഡിവൈൻ കമാൻഡ്മെന്റ്സ്, ഹോളി കമാൻഡ്മെന്റ്സ്, ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധം, ദൈവം സ്വന്തം കൈപ്പടൽ എഴുതി ജനത്തിന് നൽകിയ ദൈവരാജ്യത്തിൽ കയറുവാനുള്ള നിയമത്തെ നീ വിശുദ്ധ കൽപ്പന നീ അറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നീ അറിഞ്ഞിട്ടും നീ പിന്മാറിപ്പോയതിനേക്കാൾ നല്ല നീ അറിയാതിരിക്കലായിരുന്നു. നീ അറിഞ്ഞിട്ടും നീ പിന്മാറിയെങ്കിൽ വചനം പറയുന്നു അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ ഛർദിച്ചു തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. പണ്ടുണ്ടായിരുന്ന അശുദ്ധിയിൽ നീ വീണ്ടും പോയി ഉരുണ്ടു, പണ്ടുണ്ടായിരുന്ന മാലിന്യം നീ വീണ്ടും എടുത്ത് വിഴുങ്ങി. എന്ന് പണ്ടത്തെ അശുദ്ധിയിൽ നീ വീണ്ടും വീണെങ്കിൽ നിന്നെ സംബന്ധിച്ച് നിന്റെ അന്ത്യസ്ഥിതി ആയത്തേക്കാൾ മോശമായിരിക്കും. ശ്രദ്ധിക്കണമേ, വചനത്തെ കേട്ടിട്ടും ഇപ്പോഴും സ്റ്റില്ലിൻ പരദൂഷണം. ചില നാവുകളെ എനിക്കറിയാം, നാവിൽ വിഷമുള്ളവർ, നാവിൽ ദ്രോഹമുള്ളവർ, വൈരാഗ്യമുള്ളവർ, എന്നിട്ട് ഇരിക്കുന്നത് പ്രാർത്ഥനയും. സ്തോത്ര, ഹല്ലേലൂയ. യേശു വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയൊരു ക്രോധത്തിനും രോഗത്തിനും നിങ്ങൾ അടിമകളാവും. ക്രിസ്തുവിൽ വന്നാൽ നിന്റെ നാവ് വിശുദ്ധമല്ലേ? നീ എന്റെ വേർപാടെടുക്കാത്തത്? സഹോദരനെ പറ്റി കുറ്റം പറയാൻ നാവ് പൊങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നീ സഹോദരനെ ദ്രോഹിക്കുവാൻ. കുറ്റം പറയാനാണ് നാവ് എടുത്തതെങ്കിൽ പരസ്പരം വിദ്വേഷം, പരസ്പരം കുറ്റങ്ങൾ, പരസ്പരം വെറുപ്പ്, പരസ്പരം വിദ്വേഷങ്ങളാണെങ്കിൽ നീ കൽപ്പനാലംഘനം നടത്തിയിരിക്കുക. ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചു. നിന്റെ നാവ് വിശുദ്ധമായിരിക്കണം. നാവ് തീയാണ്, അത് അനേകം ദേശങ്ങളെ നശിപ്പിച്ച് ദഹിപ്പിച്ചിട്ടുണ്ട്. നാവിനെ നിയന്ത്രിക്കണം.
ദാവീദ് പറഞ്ഞു, കർത്താവേ, എന്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണം. വിശുദ്ധ കൽപ്പന നിനക്കറിയാം. അറിഞ്ഞിട്ടും, ഏറ്റെടുത്ത്, അറിഞ്ഞിട്ടും നീ അറിഞ്ഞുകൊണ്ട് കൽപ്പനകളെ ലംഘിച്ചു. അറിഞ്ഞിട്ടും തിന്മയിൽ ജീവിച്ചു. അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണെന്ന് അറിഞ്ഞിട്ടും നീ പാപത്തെ സ്നേഹിച്ചെങ്കിൽ, അന്ധകാരത്തിന്റെ സ്വഭാവമാണെന്ന് അറിഞ്ഞിട്ടും നിനക്ക് ആഗ്രഹിച്ച അശുദ്ധിയിലേക്ക് നീ വീണ്ടും വീണു പോകുന്നെങ്കിൽ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ ഇനിയൊരു ബലിയില്ല. നീ വീണ്ടും ഛർദ്ദിച്ചത് തന്നെ നായയുടെ സ്വഭാവം നീ വീണ്ടും ഛർദ്ദിച്ച് തിന്നുന്നു എന്ന് പറഞ്ഞാൽ പഴയ മാലിന്യം നീ വീണ്ടും ഏറ്റെടുത്തു. നീ അശുദ്ധനായി. സ്തോത്ര, ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്തത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, അടിമ വിശ്വസ്തദാസനെ പോലെ പാപം നിന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നീ കൽപ്പന അറിഞ്ഞിട്ടും പാപത്തിൽ പോയവനാണെങ്കിൽ നിന്റെ നാശം ഭയങ്കരമായിരിക്കുമെന്ന് വചനം ഓർപ്പിക്കും. സ്തോത്ര, ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്തം പോലെ ഒന്നാണ് പാപത്തിന്റെ തടവറ. പാപത്തിന്റെ തടവറയുണ്ടെന്ന് ദൈവവചനം പറയാ. തടവറയുണ്ട്. ഈ തടവറയ്ക്കകത്ത് കിടക്കുന്ന പ്രിസൺ ഓഫ് സിൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല. അതിനകത്ത് നിങ്ങൾ ലോക്ക്ഡാണ്. നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. നീ അതിനകത്ത് പെട്ടുപോയി കിടക്കുന്ന ചില തടവറകളുണ്ട്. യേശുവേ ആരാധന, യേശുവേ ആരാധന. നാളെ ഒരു കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോൾ അവരുടെ വീട്ടുകാർ വന്ന് ആണ് പറഞ്ഞത്, ഇവക്കെന്ന് പറയുമ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അതാ ഇവനും ഇവളും എല്ലാവരും ഉണ്ട്. വിഷയം ഇതാണ്, ബ്രദറെ ഒന്ന് ഉപദേശിക്കണം, ഇവക്കൊരു റിലേഷൻ ഉണ്ട്, അവള് വീട്ടിൽ പറയുന്നത് അവൾക്ക് അത് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ പെൺകുട്ടിയെ ഉപദേശിച്ചു. ഇങ്ങനെ കൈയും കെട്ടി ഒറ്റ ഇരിപ്പാണ്, ഡിഫൻസീവ് പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവളെ ഉപദേശിച്ചു, ഒന്നും മിണ്ടുന്നില്ല. എന്താ നിന്റെ ഉദ്ദേശം? നീ ചെയ്യുന്ന തിന്മയെന്നറിയാവോ? മിണ്ടത്തില്ല. കർത്താവിന്റെ കൽപ്പന അശുദ്ധ ജീവിതം നയിക്കാനല്ല. നീ അവിശ്വാസിയുമായിട്ട് ഇണചേരരുത്. അവിശ്വാസിയായിട്ട് നീ പാടില്ല. തെറ്റായ വചനം മണിയറ വിശുദ്ധമായിരിക്കണമെന്ന് ദൈവകൽപ്പന പറയുന്നുണ്ട്. നീ അതുകൊണ്ട് കൽപ്പന അനുസരണം ആകണമെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞു. മിണ്ടുന്നില്ല. ഇങ്ങനെ എത്ര കൽപ്പന വചനം പറഞ്ഞാൽ ഇവക്ക് പുല്ലുവലെ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ തടവറ ലോക്കാണ്. അവക്ക് വലുത് ആ ലോക്കലായ ആ ചെറുപ്പക്കാരനെ വലുത്. ഇവളൊരു സ്റ്റാൻഡേർഡ് വീട്ടിലെ കൊച്ചാണ്. ഈ പയ്യൻ വളരെ ലോ കാറ്റഗറിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരമില്ലാത്ത, നമ്മൾ പറയില്ലേ, ഒരു ലോക്കൽ ഒരു സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിത്വം. ഇവരെ എത്ര ഉപദേശിച്ചാലും ഇവർക്ക് അത് അതൊരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിൽ നിന്ന് തടവറയിട്ടേക്ക് എത്ര നല്ല ഉപദേശം കേട്ടാലും അവരുടെ കണ്ണ് തുറക്കത്തില്ല, കാത് കേൾക്കത്തില്ല. നിങ്ങൾ കണ്ടാലും വിശ്വസിക്കില്ല, കേൾക്കാലും മനസ്സിലാക്കത്തില്ല. ആ രീതിയിൽ അവരെ ബ്ലോക്ക് ചെയ്തിരിക്കും. പാപത്തിന്റെ തടവറ, അപ്രസന്നത്ത് പെട്ടുപോയി. ചിലർ അതേ വിശ്വസിക്കത്തുള്ളൂ. അവരെന്ത് വിശ്വസിച്ചോ അതിലേ അവർ പിടിച്ച മുയലിന് 10 കൊമ്പെന്ന് പറഞ്ഞല്ലോ. അവർ ചിലരങ്ങനെ ഒരു കാര്യം വിശ്വസിച്ച് അതിൽ പിടിച്ചോണ്ടിരിക്കും. എടാ, നീ ഒന്ന് മനസ്സിലാക്കുകയേ ഇല്ല. തടവറയില്ല. ഇങ്ങനെ പാപത്തിന്റെ തടവറയുണ്ട്. ആ തടവറയിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെടണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ നമുക്ക് വായിക്കാം. എഫേസ്യർ 5-ാം അധ്യായം 3 മുതലുള്ള വചനഭാഗങ്ങൾ ധ്യാനിക്കാം. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെ യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. നമ്മുടെ ഇടയിൽ പേര് പോലും കേൾക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകരുത് എന്ന് പറയുന്ന വിഷയങ്ങളാണ് പറയുന്നത്. വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം, ഇതിന്റെ പേര് പോലും കേൾക്കരുത്. അത് വിശുദ്ധിക്ക് യോഗ്യമല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ഏതൊക്കെയാ? വ്യഭിചാരം, അശുദ്ധികൾ, അത്യാഗ്രഹം. ഇത് നിങ്ങളുടെ വിശുദ്ധരുടെ ഇടയിൽ ഉണ്ടാകരുത്. തുടർന്ന് വായിക്കുമ്പോൾ, അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും, വ്യർത്ഥ ഭാഷണം, ചാബല്യം യോജിച്ചതല്ല. നിന്റെ ഭാഷണം, മ്ലേച്ഛത, ചാബല്യങ്ങൾ അറിയാമല്ലോ. അടിമത്ത സ്വഭാവം, അടിമത്ത സ്വഭാവം, ചാബല്യങ്ങൾ. ഇപ്പോഴും ബലഹീനതകൾ ഭരിക്കപ്പെടുകയാണെങ്കിൽ അത് യോജിച്ചതല്ല എന്ന് ദൈവവചനം പറയാം. പകരം എന്താണ് വേണ്ടത്? സ്തോത്രം നിന്റെ നാവിലുണ്ടാകണം. അപ്പൊ ഈ വ്യർത്ഥഭാഷണം പറയുന്നവരെല്ലാം ദൈവത്തെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങിക്ക്. വെറുതെ ഇരുന്ന് നാവിനെ നീ ദുഷിപ്പിക്കാതെ, ദുർഭാഷണം വരാതെ, ആരെങ്കിലും ദുഷ്ചിന്ത വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാവിനെ സ്തോത്രം ചെയ്യാനാ കൊടുക്കേണ്ടത്, വ്യർത്ഥഭാഷണത്തിനല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, കുറ്റം പറയാൻ നിന്റെ നാവ് പൊങ്ങിപ്പോകരുത്.
പരദൂഷണം പറയാൻ നിന്റെ നാവ് ഉപയോഗിച്ചു പോരുത്. നിന്റെ ചാബല്യങ്ങൾ, ബലഹീനതകൾ അത് യേശുവിൽ മാറ്റിവെക്കുകയും വചനത്തിൽ ജീവിക്കുകയും സ്തോത്രം നിന്റെ നാവിലുണ്ടാകട്ടെ. അപ്പോൾ ബലഹീന ചിന്തകൾ മാറിപ്പോവും. സ്തോത്ര, ഹല്ലേലൂയ. സദാസമയ സ്തോത്രവും പ്രാർത്ഥന നിന്റെ നാവിൽ വരുമ്പോൾ ബലഹീന ചിന്താദികൾ, അശുദ്ധ ചിന്താദികൾ, മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം, അതിന് പകരം സ്തോത്രമാണ് വേണ്ടത്. ചാബല്യങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. തുടർന്ന് 5, വ്യഭിചാരിക്കും അശുദ്ധനും അത്യരാഗിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിനെ രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ശ്രദ്ധിക്കണമേ, പാപത്തിൽ ജീവിച്ച് ദൈവവചനം അറിഞ്ഞിട്ടും വീണ്ടും പാപത്തിലേക്ക് പോയവർ, പാപ സ്വഭാവത്തിൽ ചാബല്യത്തിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. നിങ്ങൾക്ക് അവകാശമില്ല. നിന്റെ സ്ഥിതി ആയത്തേക്കാൾ വീണ്ടും മോശമായി തീരും. സ്തോത്ര, ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്തമുണ്ട്, പാപത്തിന്റെ തടവറയുണ്ട്, പാപത്തിന്റെ ആധിപത്യമുണ്ട്. ഈ തടവറ നമുക്ക് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാവും. അതിനകത്ത് ലോക്കഡായി കിടക്കുന്ന അവസ്ഥയാണ് അടിമത്ത തടവറ എന്ന് പറയുന്നത്. പാപത്തിന്റെ ആധിപത്യമുണ്ട്. ആധിപത്യം, സർവാധിപത്യം, പാപത്തിന്റെ ആധിപത്യം. റോമ 3:9 കൂടെ വായിക്കാം. അപ്പോഴെന്ത്, യഹൂദരായ നമുക്ക് വല്ല മേന്മയുണ്ടോ? ഇല്ല, അശേഷമില്ല. യഹൂദരും ഗ്രീക്കുകാരും പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയല്ലോ. പാപത്തിന് അധീനത ഉണ്ടാകും, അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഈ വചനഭാഗത്തോടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പാപം ആധിപത്യം പുലർത്തും. ഗലാത്യ 3:22 കൂടെ നമുക്ക് വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് ധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. പാപത്തിന് ധീനര്, പാപത്തിന്റെ ആധിപത്യത്തിലുള്ളവർ, അവർ യേശുവിന്റെ രക്ഷ പ്രാപിക്കണം. പാപത്തിന്റെ ആധിപത്യമുണ്ട് എന്ന് ഈ വചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ആധിപത്യം പുലർത്തുന്ന പാപശക്തികൾ, അതിൽ നിന്ന് വേർപെട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. വേർപാട് നമ്മളോട് വേണം. അടുത്തതാണ് പാപത്തോടുള്ള ആസക്തി. 4 കാര്യങ്ങൾ പറഞ്ഞു. പാപത്തോടുള്ള അടിമത്തം, പാപത്തിന്റെ തടവറ, പാപത്തിന്റെ ആധിപത്യം, പാപത്തിന്റെ ആസക്തി. എബ്രായർ 3:13 ഒന്ന് വായിക്കാമോ? ഹീബ്രു 3:13. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ്. പാപത്തിന്റെ വഞ്ചന നിന്നെ കഠിനഹൃദയരാകും. പാപത്തിന്റെ ആസക്തി നിന്നെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് പരസ്പരം നിങ്ങൾ വചനത്തിൽ ഉപദേശിക്കണം. എങ്കിൽ മാത്രമേ ഈ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ സാധിക്കത്തുള്ളൂ. ചിലരിങ്ങനെ 3:13, ഹെബ്രായർ 3:13. ചിലർ പറയാറുണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ പാപചിന്ത വരുന്നു പേർ. അപ്പോൾ എന്ത് ചെയ്യണം? 1, വെറുതെ ഇരിക്കണ്ട. 2, നീ ഫ്രീ ഉള്ള ദിവസം നിന്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ പേഴ്സണൽ പ്രേയറിന് പോകും. അപ്പം സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആലയങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആസക്തിയുടെ സാധ്യത നിന്നിലില്ല. പരസ്പരം നിങ്ങൾ വചനത്താൽ ഉപദേശിച്ചുകൊണ്ട് അശുദ്ധിയിൽ നിന്ന് വേർപെടുവാൻ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. യേശുവെ ആരാധിക്കുന്നു. ദൈവം നമ്മളെ ഇന്ന് വിടുവിക്കട്ടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6:4 കൂടെ നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായർ 6:4. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാരയിക്കുക അസാധ്യമാണ്. ഒരിക്കൽ ദൈവത്തിന്റെ കൽപ്പനയും വചനവും എല്ലാ അനുഗ്രഹവും വരാനിരിക്കുന്ന കാലത്തിന്റെ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള അറിവും എല്ലാ നന്മയും കൃപാവരങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞിട്ടും നീ വീണ്ടും പാപജീവിതത്തിൽ പെട്ടുപോവാണെങ്കിൽ ഇനി നിന്നെ ഒരു രക്ഷയിലേക്ക് നയിക്കുവാൻ ഇനിയൊരു ശക്തിയില്ല. നിനക്ക് ശാപവും മാത്രമേ അവിടെ ഉള്ളൂ. നീ മുള്ളുകളും മുൾച്ചെടികളും ഞെരിഞ്ഞിലുകളും പുറപ്പെടുവിക്കുന്നതാണ് വചനം. എന്ന് പറഞ്ഞാൽ ശാപമാസന്നമാണ്. അവൻ ഫലമുണ്ടാകത്തില്ല, ഫലഭൂഷ്ടി ഉണ്ടാകത്തില്ല, അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതായത് ദൈവവചനം അറിഞ്ഞിട്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്ന ഹെബ്രായർ ലേഖനം 6:4 പ്രകാരം നീ ശാപം നിന്റെ മേലുണ്ട്, നീ അനുഗ്രഹം പ്രാപിക്കത്തില്ല എന്നാണ് വചനം പറയുന്നത്. എത്ര പേരുടെ എക്സാമ്പിൾ ഉണ്ടെന്നറിയോ? ദൈവത്തെ അറിഞ്ഞിട്ടും ഇട്ടിട്ട് പോയി വീണ്ടും തിന്മയിൽ ജീവിക്കുന്നവൻ വീണ്ടും കഷ്ടത കടന്നു വരും. വീണ്ടും അവൻ തകർച്ചയിലും വീണ്ടും പ്രയാസത്തിലും. എത്ര പേരുടെ അനുഭവം ഉണ്ട്? വീണ്ടും സ്ഥിതി വളരെ മോശമായി വീണ്ടും പ്രയാസത്തിലേക്ക് പോയവർ. ഇതാണ് അവസ്ഥ. കഷ്ടത അവൻ്റെ മേൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും പുറപ്പെടുവിക്കും. യേശുവേ ആരാധന. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു പാപജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുവാൻ നമ്മളിപ്പോഴും
ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴും തിന്മയുടെ സ്വഭാവങ്ങൾ, അശുദ്ധ നാവ്, അശുദ്ധ സ്വഭാവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവരെയാണ് പറഞ്ഞത്, കൽപ്പനകൾ അറിഞ്ഞിട്ട് നീ പാപത്തിലേക്ക് തിരിച്ചു പോയവരാണെങ്കിൽ നീ ദൈവപുത്രനെ നീ പുച്ഛിച്ച് തള്ളി. തിരിച്ചു വരുവാൻ ദൈവം ഇന്ന് ഓർപ്പിക്കുന്നത് ഇതാണ്, ദൈവത്തിൽ നീ വീണ്ടെടുക്കപ്പെടണം, അനുദപിച്ച് മാനസാന്തരപ്പെടുവിൻ എന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. നിന്റെ പാപങ്ങൾ ഏറ്റുപറയണം. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നത്, ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് ക്ഷമിച്ചു. പാപത്തിൽ വീട് നശിക്കാനല്ല, ദൈവപുത്രൻ്റെ വചനം നമ്മൾ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തതാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്നേക്കുമുള്ളതാണ്. അത് നമ്മളെ വിളിച്ച് വീണ്ടും ചേർക്കുന്നതാണ്. നിന്നെ ദൈവം പുതുക്കട്ടെ, റീസ്റ്റോർ ചെയ്യട്ടെ. ഇന്ന് രാത്രി സങ്കീർത്തനക്കാരൻ അനുദപിച്ച് പ്രാർത്ഥിച്ചു. ദാവീദ് വചനത്തിൽ ജീവിച്ചവനാ, വചനത്തിലെല്ലാം ജീവിച്ചിട്ടും കൽപ്പന അവൻ ലംഘിച്ചു. അവൻ വലിയൊരു പാപം ചെയ്തു. ആ പാപത്തിന്റെ പ്രതിഫലം അവൻ അനുഭവിച്ചു. അവന്റെ മകനായ അബ്സലോം അവനോട് എതിർത്തു. അവന്റെ ഉപനാരികളെ എല്ലാവരും കാണാവുന്ന രീതിയിൽ ജെറുസലേമിന്റെ രാജകൊട്ടാരത്തിന്റെ മുകളിൽ വെച്ച് അശുദ്ധിയും മ്ലേച്ഛതയും നാട്ടുകാർ കാണുകെ പ്രവർത്തിച്ചു. വലിയ അപമാനം ദാവീദ് ഏറ്റു. അവൻ ചെയ്ത പാപത്തെ ഓർത്ത് അനുദപിച്ചു. അവനോട് രക്ഷപ്പെട്ടു. കാട്ടിലും മലമുകളിലും ഒരുമിച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥന സമയത്ത് സങ്കീർത്തന പുസ്തകം 51 അധ്യായം അവൻ ധ്യാനിച്ച് എഴുതി അവന്റെ വിലപിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ വീണ്ടെടുക്കണമേ, ഞാൻ പാപം ചെയ്തു പോയി, എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ വചനത്തെ അറിഞ്ഞിട്ട് ഞാൻ തിന്മ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. അവൻ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനെ വീണ്ടെടുക്കുകയും അവനെ കഴുകി ശുദ്ധീകരിക്കുകയും വീണ്ടും രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമാധാനത്തോടെ സ്വർഗീയ രാജ്യത്തെ പ്രാപിക്കുന്ന ദാവീദിനെ പിന്നീട് കാണാൻ സാധിക്കും. അതുകൊണ്ട് സങ്കീർത്തനം 51 ധ്യാനിച്ചുകൊണ്ട് നിന്റെ തിന്മയുടെ സ്വഭാവത്തെ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് സമർപ്പിച്ചുകൊണ്ട് വചനം അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി പാപജീവിതത്തിലേക്ക് വീണു പോകാനുള്ളതല്ല, വീണ്ടെടുക്കപ്പെട്ടവർ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ തിന്മകളിൽ നിന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിന്റെ സ്വഭാവത്തെ ജഡ്ജ് ചെയ്യുന്നവർ നീ മാറാനുണ്ടെന്ന് പറഞ്ഞാൽ ദൈവമാണ് നിന്നെ ഉപദേശിക്കുന്നത്. വീട്ടിലാരെങ്കിലും നിന്നെ ഉപദേശിക്കും, നിനക്ക് ഇനിയും പ്രാർത്ഥന ഇല്ല എന്ന് പറഞ്ഞാൽ നീ മാറേണ്ടതായിട്ടുണ്ട്. ദൈവം നിന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. നിന്റെ ഭാര്യ നിന്നെ പറയണം, നിന്റെ സ്വഭാവം ഇതുവരെ മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ യേസ്, അത് കണക്കിലെടുത്തോളം ഇനിയും ചിലത് മാറാനുണ്ട്. കാരണം അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദൈവിക ഭാവം നിന്നിൽ വരാത്ത കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ ദൈവിക ഭാവം നിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുവൻ പോലും അങ്ങനെ പറയത്തില്ല. പകരം പ്രാർത്ഥിക്കാൻ നിന്റെ കൂടെ വന്നിരിക്കും, നിന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടും. അതുകൊണ്ട് പുറംമൂടിയിലല്ല, ഹൃദയത്തിൽ ദൈവം ഇറങ്ങി വരട്ടെ. ആന്തരികമായി ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. എങ്കിൽ നിന്റെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവം പോലെയാവും.